ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സൂപ്പറായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. ബേസിക്കലി ഇന്ന് എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാര്യമായ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നാണ് അഭി വിളിച്ചിട്ട് പറഞ്ഞത് കുറേ നാൾക്ക് ശേഷം ഒരു പൊതിച്ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അതാണ് ബേസിക്കലി നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഭയങ്കര ചൂടാണല്ലോ, ഒരു രക്ഷയില്ലാത്ത ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് റെഡിയായി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കൊരു 12-1 മണിയാകുമ്പോഴേക്കും ഈ പരിപാടിയൊക്കെ തീർക്കണം. എന്നിട്ട് ഉച്ചകഴിഞ്ഞ് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ബേസിക്കലി നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺസ്ക്രിപ്റ്റഡ് ബൈ ശ്രീദേവി ശ്രീധർ. നിങ്ങൾ ഞാൻ ഒരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ. ഞാൻ ദേ ഈ മാറ്റ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ല വീഡിയോയിലും, അതേ വികാരത്തിൽ മേടിച്ചതാണ് ഇത്. പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്ത കളറ് വയലറ്റ് ആയിരുന്നു, പർപ്പിൾ വയലറ്റ് ഷെയ്ഡായിരുന്നു. പക്ഷേ വന്നത് ഇതാണ്. പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാനുള്ള മടി കാരണം ഞാനത് കൊടുത്തില്ല. പക്ഷേ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കിച്ചണ് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് ഇനി കലാപരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാര്യമായിട്ടുള്ള മുടി പൊഴിച്ചിലുണ്ട് കേട്ടോ എനിക്ക്. ഇതേ കണ്ടോ, ഇവിടെയൊക്കെ മരുഭൂമി പോലെ ആയി തുടങ്ങി. അപ്പം ഞാൻ ബ്രില്യാൻ്റെയോ അങ്ങനെ ഏതോ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബ്രാൻഡിൻ്റെ റോസ്മെരി ഓയിൽ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാത്രി ഇട്ടിട്ട് ഇന്നലെ മോർണിംഗ് വാഷ് ചെയ്തതാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നമുക്കറിയാൻ പോണില്ല. എന്നാൽ അവരൊരു 15 ഡേയുടെ പ്ലാനിങ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ എവറി ഓൾട്ടർനേറ്റ് നൈറ്റ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 15 ഡേയ്സ് കഴിഞ്ഞിട്ട് റോസ്മെരിയുടെ ഓയിൽ യൂസ് ചെയ്യുക. ഇത് ആക്ച്വലി 20 mg റോസ്മെരി എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആശ്വാസം. എങ്ങനെയെങ്കിലും മരുഭൂമി നമുക്കൊന്ന് തളർപ്പിച്ചെടുക്കണം. അതാണ് ഇന്നത്തെ ചിന്ത. എൻ്റെ ഇന്നത്തെ എന്നല്ല, എപ്പോഴത്തെ ചിന്ത അതാണ്. കാരണം നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പോണിട്ടയിൽ പോലെയൊക്കെ കെട്ടി ഓഫീസിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ എല്ലാവരും പറഞ്ഞു തുടങ്ങും, അയ്യോ മുടി പോണ്ട. പിന്നെ എല്ലാവരുടെയും പൊഴിയുന്നതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു സമാധാനം. അപ്പോൾ അതാണ്. അപ്പോൾ രാവിലെ ഞാൻ മുടി കെട്ടിയപ്പോൾ തന്നെ നോക്കുന്നത് ഇവിടെയൊക്കെ ഭയങ്കര തിന്നായിട്ടുണ്ട് ഹെയർ. അതിനുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടെ നമുക്കും അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് അതും ചെയ്തു തുടങ്ങണം. ഞാൻ കുറേ നാൾ ഈ ഓയിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എണ്ണ തേക്കുമ്പോൾ മൊത്തത്തിൽ ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ എണ്ണ മെഴുക്ക് പിന്നെ മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ അവോയ്ഡ് ചെയ്തത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്തു. എന്ത് ചെയ്യാൻ, ഇടയ്ക്ക് ഡ്രൈ ആവും, ഇടയ്ക്ക് ഓയിലി ആവും, കഷ്ടപ്പാടും ദുരിതവും തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ റോസ്മെരിയുടെ ഒരു ഓയിൽ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിവ്യൂ ഒക്കെ പറയാം കേട്ടോ. കാരണം ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും ആ സാധനം ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് പറയാനുള്ളൊരു പ്രത്യേക വിശേഷം. പിന്നെ നമ്മൾ ദേ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പൊന്നി റൈസ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈസി ടു കുക്കാണ്. പിന്നെ മറ്റേ റൈസ് നമ്മൾ പണ്ട് മുതലേ കഴിച്ച് ശീലമായത് മറ്റേ റൈസ് ആയതുകൊണ്ട് ഞാൻ കുഞ്ഞിലെ മുതലേ പൊന്നിയനെ കഴിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ പൊന്നി റൈസ് ആയിരുന്നു. പക്ഷേ അബിയൊക്കെ കുഞ്ഞിലെ മുതലേ, അത് ഒട്ടുമിക്ക കേരളത്തിലെ ആൾക്കാരും നമ്മൾ ചെറുതിലെ മുതലേ കഴിച്ച് ശീലിക്കുന്നത് ആ വലിയ അരിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്തിട്ട് ഈ വലിയ അരി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫുൾനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പൊന്നി ഒരു റൊട്ടീനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊന്നി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ നന്നായിട്ട് 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഉപ്പ് ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കും. ഈ അരി കറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ച എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ചെന്നൈ ചെന്നപ്പോൾ അവളിത് ഭയങ്കര അടിപൊളിയായിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുത്തിട്ട്, അതായത് ഒട്ടും അതായത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയിട്ടും ഇല്ല, വേവാതുമില്ല, കറക്റ്റ് പാകമായിട്ട് എടുത്തപ്പോൾ പുള്ളിക്കാരുടെ ഞാൻ പഠിച്ച സാധനമാണത്. അപ്പോൾ ഞാൻ ഇപ്പം അതുപോലെ തന്നെയാണ്. ഇനി നമുക്കൊരു 15 to 20 മിനിറ്റ്സ് മാക്സിമം, അത്ര പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് എമൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും സമയമൊക്കെ എടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് അവിയലിനുള്ളത് അരയ്ക്കണം. പിന്നെ ബാക്കി ചിക്കൻ കറിക്കുള്ള കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്യാനുണ്ട്. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് 2-3 ചതച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മറ്റേ മില്ലറിൽ പോയില്ലേ, അതിന് ശേഷമാണ്. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് വലിയ രീതിയിൽ സെറ്റായില്ല. ബാക്കി മസാലയൊക്കെ ഓക്കെ. ഇത് ഈ പൗഡർ ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു വിനീഗറിൻ്റെ സ്മെല്ല് വരുന്നതായിട്ട് ഫീൽ ചെയ്ത്, എനിക്ക് തോന്നിയാണോ എന്നറിയില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് കുഴപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു മാരിനേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ജിഞ്ചർ ഗാർലിക്ക് ചതച്ചിടുന്നതിൻ്റെ ആ ഒരു സുഖം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ കണ്ടോ, ഞാൻ പ്രോൺസ് ഇത് ആക്ച്വലി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഫ്രോസൺ പ്രോൺസ് ആണ്. അപ്പം ഞാൻ അത് രാവിലെ തന്നെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റൻ ആവട്ടെ എന്ന് കരുതിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ചിക്കൻ എപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുമ്പ്, ചിക്കൻ നമുക്കിപ്പോൾ കിട്ടുന്നത് ഭയങ്കര കടിച്ച
കടിച്ച് പൊട്ടാത്ത രീതിയിലുള്ള ചിക്കനായി മാറാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വിനേഗരും ഉപ്പും ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ രാവിലെ തന്നെ ഇങ്ങനെ കിച്ചണിൽ കയറുമ്പോൾ എല്ലാ സാധനവും ഇങ്ങനെ ഫ്രഷ് ആയിരിക്കണം. ഈ തലേ ദിവസത്തെ പാത്രമൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ എനിക്ക് കുക്ക് ചെയ്യാനുള്ള മൂഡൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു അവസ്ഥ കാരണം ഇട്ടിട്ട് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാതെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ കിച്ചൺ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തിട്ടാണ് മിക്കപ്പോഴും പോയി കിടന്ന് ഉറങ്ങുക. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു കോഫി കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കുറച്ച് ചൂടുവെള്ളമെങ്കിലും തിളപ്പിക്കണമെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മൂഡ് തന്നെ കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്തിട്ട് പോയിട്ട് രാവിലെ വന്ന് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു ചെയ്ത് കേട്ടോ. പിന്നെ ഈ സാധനം ഇന്നലെ ഞാൻ വിചാരിച്ചത് അബി രാവിലെ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ രാത്രിയാണ് പുള്ളി വിളിച്ച് പറഞ്ഞത് നമുക്ക് ഇന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടല ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ചുമ്മാ ഇങ്ങനെ കുക്കറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് വേവിക്കായിട്ട് ഒരു 3/4 ഭാഗം നമുക്ക് വെന്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് ഇന്നത്തെ പൊതിച്ചോറിൽ ആഡ് ചെയ്യാം. പക്ഷേ പുള്ളിക്ക് കടല കഴിച്ച് മതിയായിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു 3/4 ഭാഗം വേവിച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ തോരന് വേണ്ടിയിട്ട്, അതായത് അവിയലിന് എൻ്റെ വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ തോരനൊക്കെ അരിയുന്നത് പോലെ, തോരനൊക്കെ നമ്മൾ തേങ്ങ അരപ്പുണ്ടാക്കില്ലേ, അതുപോലെയാണ് അവിയലിന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അങ്ങനെയല്ല, വേറൊരു രീതിയിൽ ഉണ്ടാക്കിയ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ഇത് അവിയലെന്ന് പറഞ്ഞാൽ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണെന്നും ഇത് വേറൊരു ടേസ്റ്റാണെന്നും, അതായത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി അലിഞ്ഞ് പോകുന്ന രീതിയിലുള്ള അവിയലല്ല, കുറച്ച് കട്ടിക്കൊക്കെ കഷ്ണങ്ങൾ കിടക്കുന്ന അവിയലിന് വേറൊരു ടേസ്റ്റാണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. അങ്ങനെ ഇപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഓയിൽ ഒഴിച്ച് വേവിച്ചിട്ട് തൈരിട്ട് അതിൻ്റെ മേളിൽ തേങ്ങ ഇട്ട് തൈരിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലേ, അവസാനം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, അത് വേറൊരു ടേസ്റ്റാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ചതച്ചെടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. പുളിയൊന്നും അങ്ങനെ ഇട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് അല്ല കേട്ടോ. എനിക്ക് ബേസിക്കലി കോക്കനട്ട് ഇങ്ങനെ തിരികെ എടുക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമുക്കിവിടെ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് മേടിക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യമാണ് പെട്ടെന്ന് ചെയ്യണമെങ്കിലും ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. ചമ്മന്തി അരക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് എൻ്റേതായ ഒരു രീതിയിലാണ് കേട്ടോ. എനിക്ക് പച്ചമുളകും കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ സാധനം കുക്ക് ചെയ്യണമെന്നെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഒരു സിനിമ ആണോ അല്ലെങ്കിൽ കുറച്ച് പാട്ട് കേൾക്കോ അങ്ങനെയൊക്കെ വേണം. അപ്പം ഞാൻ എപ്പോഴും ലോങ് കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സിനിമയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം അത് സെറ്റാക്കാം, എങ്കിലേ ആ ഒരു ഫ്ലോ എങ്ങോട്ട് വരും. ഉണ്ടാക്കണം എന്തൊക്കെ കട്ട് ചെയ്യണമെന്നതിനെക്കാട്ടിയും ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഏത് സിനിമ കാണണമെന്നാണ് കേട്ടോ. കാരണം പഴയ മലയാള സിനിമകളിലൊക്കെ യൂട്യൂബ് ഇട്ടിട്ട് കണ്ടുകൊണ്ട് നമുക്ക് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഫൈനലി ഞാനൊരു സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിൽ ഈ 2 പീലറാണ് കേട്ടോ ബേസിക്കലി ഉള്ളത്. ഇപ്പോൾ ഇത് പല രീതിയിൽ കട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്രാവശ്യം തന്നെ മേടിച്ചതാണ്. എനിക്കൊന്ന് ഇത് വെച്ച് കട്ട് ചെയ്യാമായിരിക്കും, എന്നാൽ നമുക്കൊന്ന് ട്രൈ. പക്ഷേ ഇത് പല രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് കംഫർട്ടബിൾ അല്ല. നമുക്ക് ആക്ച്വലി ഞാനത് മേടിച്ചത് സാലഡ്സ് നമ്മൾ പല രീതിയിൽ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സാധനം മേടിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ പീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്ര കാര്യമായ ഗുണമുള്ളൊരു പീലറല്ല. ഞാൻ എപ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ഇവിടെ കീപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് പറ്റുവാണെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ കട്ട് ചെയ്തിടുക. പക്ഷേ ഈ പീൽ ചെയ്യുന്ന സാധനമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ തെറിച്ചു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പീൽ ചെയ്തെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഈ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഒരു തലവേദനയാണല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചില സമയം ഞാൻ പണ്ടൊക്കെ വരുന്ന സമയത്ത് എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിടും. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള സാധനം ഈ തോരനൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പീൽ ചെയ്യാനാണ്. എനിക്ക് ഈ തൊലി കട്ട് ചെയ്യാന്നുള്ള സാധനം തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇതുപോലൊരു പീലർ ഉപയോഗിച്ച് പെട്ടെന്ന് പരിപാടി തീർക്കാനാണ് മിക്കപ്പോഴും നോക്കാറുള്ളത് കേട്ടോ.
എനിക്കങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. എൻ്റേതായ രീതിയിലൊക്കെ ഞാൻ തട്ടിക്കൂട്ടാറുണ്ട്. പിന്നെ ഈ തോരനൊക്കെ പണ്ട് നമ്മൾ കുഞ്ഞിലെ ഇരിക്കുമ്പോൾ 90s കിഡ്സിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ പോയി നിൽക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെനിക്ക് ജീരകം എവിടെ ഇടണം, ഉലുവ എവിടെ ഇടണം, അതൊക്കെയായിരുന്നു മെയിൻ കൺഫ്യൂഷൻസ്. അപ്പോൾ ആദ്യം ഞാനും അഭിയായിട്ട് ഫ്ലാറ്റിലേക്ക് ഒറ്റയ്ക്ക് മാറിയപ്പോൾ അപ്പോൾ വീട്ടുകാരൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അമ്മയെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ്, എനിക്കൊരു ആഗ്രഹമായിരുന്നു അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് മമ്മി അപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പം അമ്മ ഇങ്ങനെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് സോഡാപ്പൊടി ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നു. അല്ലാതെയും ഉണ്ടാക്കാമല്ലോ, പക്ഷെ അമ്മ അങ്ങനെ ഉണ്ടാക്കുക. അപ്പം സോഡാപ്പൊടി ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞു. വളരെ കുറച്ചിട്ടാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ കുറച്ചെന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ ഒക്കെയാണ് അന്നത്തെ ഒരു ചിന്ത. വളരെ കുറച്ചെന്ന് പറയാം. അങ്ങനെ ഞാൻ ഈസ്റ്റോ അങ്ങനെ എന്തോ ആണ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. സോഡാപ്പൊടി ഈസ്റ്റോ അങ്ങനെ എന്തോ ആണ് എനിക്ക് പറഞ്ഞു തന്നത്. എന്തായാലും അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ അബിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അബിയുടെ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കോളേജ് ജൂനിയേഴ്സൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ ഈ ഫ്ലാറ്റിലല്ല, വേറൊരു ഫ്ലാറ്റിലാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ എണിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുകയാണല്ലോ, എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കി വിത്ത് ചന്ന മസാല. അതാണ് ഹൈലൈറ്റ് എനിക്ക്. കാരണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കണം. നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുകയാണ്, കുറച്ച് പഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം ഉണ്ടായി. സൂപ്പറായിട്ട് ഇളകിയൊക്കെ വന്നു. പക്ഷേ അപ്പത്തിൻ്റെ കളറിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. നല്ല പിങ്ക് ആൻഡ് ചുവന്ന അപ്പമായിരുന്നു. കോമഡി ആയിരുന്നു. അന്ന് പിന്നെ എല്ലാവരും പുറത്തുനിന്ന് കഴിച്ചു. നല്ല വൃത്തികെട്ട സോഡാപ്പൊടിയുടെയോ ഈസ്റ്റിൻ്റെയോ എന്തിൻ്റെയോ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ചില പ്രത്യേകതരം ഹിസ്റ്ററിയൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ കുറേ പേരുടെ യൂട്യൂബ് ചാനലും പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം എല്ലാവർക്കും ഇതുപോലൊരു കഥ പറയുണ്ടാവും. അതുപോലെ തന്നെ ഗീ റൈസ് ഉണ്ടാക്കി ഫ്ലോപ്പായ കഥകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോകുന്നുള്ളത് നമ്മുടെ മെയിൻ പ്രശ്നങ്ങളാണ്. പിന്നെ ഇതെല്ലാം ഒരു കലയാണ്. നമ്മളങ്ങോട്ട് ഉണ്ടാക്കി പഠിക്കുന്നു. പിന്നെ അബിക്കാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ കുക്ക് ചെയ്യണം, ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യണമെന്നില്ല. പുള്ളി പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചോളും. വലിയ കുറ്റങ്ങളൊന്നും പറയാറില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇത് എൻ്റെ കൂടെ നടക്കില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പുള്ളി എന്നെ കിച്ചണിൽ കയറി അതൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇപ്പം പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഓരോ സാധനങ്ങൾ പുതുതായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്ലോപ്പാണെങ്കിൽ ഫ്ലോപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് മെയിൻ കഥ. ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഈ സവാളയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രിക് ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു പനിയൊക്കെ കഴിഞ്ഞ് സൗണ്ടൊന്നും അങ്ങനെ കാര്യം തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ അധികം നാൾക്ക് ശേഷം കണ്ടുപിടിച്ച സാധനമാണ് കേട്ടോ ഈ ഒരു ഗ്രേറ്റർ. ഇതൊരു ഗ്രേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരേ ഒരു ബ്ലേഡ് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു ഷേപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ വലിപ്പവും ചെറുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കുറയ്ക്കാമെന്ന് മാത്രം. പക്ഷേ സൈസും ഷേപ്പും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് വലുതായിട്ട് ഇതാക്കി എടുക്കണോ അതോ കുഞ്ഞു കുഞ്ഞു രീതിയിലാക്കണമെന്ന് മാത്രം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതുപോലെ അതിൻ്റെ മോട്ടർ മേളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കറക്കി കൊടുക്കുമ്പോൾ ഈ മേളത്തെ സാധനം ഒരു ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിലുള്ളത് മാത്രം പെട്ടെന്ന് ഗ്രേറ്റ് ആവുകയും മേളിലുള്ളത് ഇങ്ങനെ കഷ്ണം പോലെ കിടക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഈസിയുള്ള പണിയാണ്. കാരണം നമുക്ക് രാവിലെയൊക്കെ കുക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലാണെങ്കിൽ പെട്ടെന്ന് കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിയും. ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാളയൊക്കെ ഒരുമിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നമ്മൾ സ്ഥിരം കൊത്തിപ്പൊരിഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു സൈസിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചിട്ട് ഇതാ കണ്ടോ, ഈ ഒരു കിട്ടും. ഇത് നമുക്ക് ആക്ച്വലി ഒരു ലൈഫ് സേവറാണ്. കാരണം എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇത് നമുക്ക് ഒരു ലൈഫ് സേവർ സാധനമെന്ന് ഞാൻ പറയും. ഇതേ ഷേപ്പിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു കാണിച്ച മെഷീനിൽ ഇനി വേറെ സാധനങ്ങളുണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ചെയ്യാം, പല പല ഷേപ്പിൽ ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കി. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇത്രയും കറിവേപ്പയും കൂടെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കുക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും അല്ല, ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ ചമ്മന്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ പരുവം ഇതൊരുവിധം നമുക്ക് വടിച്ച് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഒരു നേരത്തേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈയാക്കിയിട്ട് മിക്സ് ചെയ്തത്. അല്ലെങ്കിൽ അത് ഈവനിങ് ആകുമ്പോഴേക്കും ഇനി ഒരു കുട്ടി തോരനുള്ള മസാല കൂടി നമുക്ക് റെഡിയാക്കാം കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. തോരനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും
ഈ മസാല ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇതിട്ടിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പം ഈ മസാല ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആദ്യം ഞാൻ മസാല ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാര്യമായി എണ്ണയെന്ന് ഒഴിക്കില്ല, ചിലപ്പോൾ ഞാൻ ഇച്ചിരി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അവസാനം കടുക് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. ചിലപ്പം അത് ഒരു എളുപ്പപ്പണിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെല്ലാം എളുപ്പപ്പണി നോക്കുന്നത് കൊണ്ട് ഈ മസാല അങ്ങോട്ട് ആഡ് ചെയ്ത് ഞാൻ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചില സമയം നമുക്ക് 2 തോരനുള്ളതൊക്കെ ഒരുമിച്ച് അരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ബാക്കിയുള്ളത് ഇപ്പോൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാര്യം നമ്മൾ കൈവച്ചിട്ട് അധികം മിക്സ് ചെയ്യാൻ നിൽക്കാറില്ല, പക്ഷേ എനിക്ക് കൈവച്ചിട്ട് കുഴയ്ക്കുന്നത് ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയായിട്ട് തോന്നാറുണ്ട്. ചില OCD ഉള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയും. ഇനി കുറച്ച് ഓയിലും കൂടെ ഞാൻ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കുക്കിംഗ് പ്രോസസ്സിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ടൊരു കടുക് പൊട്ടിക്കലാണ്. കാരണം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് മിക്സ് ചെയ്തൊക്കെ എടുത്താൽ മതിയായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഇതിനിടയിൽ കൂടെ ഞാൻ അവിയലും ഉണ്ടാക്കി കേട്ടോ. കാരണം നമുക്ക് കാര്യമായ പണിയൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഈ അവിയൽ ഉണ്ടാക്കല്. ഞാൻ എപ്പോഴും അങ്ങനെ കുക്കറിലൊന്നും അവിയൽ ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷെ കൊല്ലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നല്ല പോലെ കായൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് അവിയൽ ഉണ്ടാക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഞാൻ പുളിശ്ശേരിക്ക് വേണ്ടി അരച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം തോരൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു 1 പോട്ട് റെസിപ്പിയിലേക്കൊക്കെ മാറ്റാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ആ സമയം നമുക്ക് ഒരുവിധം പാത്രം കഴിവലൊക്കെ ഇങ്ങോട്ട് മാറിക്കിട്ടും. അപ്പം ഞാൻ തോരൻ ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് മോരുകറി ഉണ്ടാക്കുന്നത്. കാര്യം മോരുകറി ഇവിടെ അധികം ആരും കൂട്ടാറൊന്നുമില്ല. ചിലപ്പോഴൊക്കെ തക്കാളി ഇട്ടും വെള്ളരിക്കൊക്കെ ഇട്ടും ഞാൻ മോരുകറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിശ്ശേരിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ ഇത്. അപ്പോൾ അതോടുകൂടി ആ പരിപാടി ഇവിടെ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവനെയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അവസാനം പുളിശ്ശേരിയിൽ എത്തും. അവസാനം ഈ പുളിശ്ശേരി വന്നില്ലെങ്കിൽ എന്തോ ഒരു ഇൻകംപ്ലീഷൻ ഫീലാണ്. ഇനി കുറച്ച് സമയം എടുത്ത് ചെയ്യാനുള്ള ഒരു സാധനം ചിക്കൻ കറിയാണ്. ഇപ്പം നമ്മൾ ചിക്കൻ മേടിക്കുന്നത് കൂടുതലും ബ്രോയിലർ ആയതുകൊണ്ട് ഞാൻ കുറേ അധികം സമയം എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ മസാലയൊന്നും ചിക്കനിലേക്ക് അധികം അങ്ങോട്ട് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കുറേ അധികം സമയം ഓയിൽ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് സവാളയൊക്കെ ഇട്ട് കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല പോലെ സ്ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാറുണ്ട്. പിന്നെ ഈ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് പഠിച്ചത്. അല്ലാതെയും കുറേ പേര് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് ഇതേ സ്ലോ ഫ്ലെയിമിൽ തന്നെ കുറേ അധികം സമയം ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനം പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അബിയുടെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു ടിപ്പാണ് കേട്ടോ. അപ്പം മഞ്ഞപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, ഇത്രയും മാത്രമാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്തേക്കുന്ന ചിക്കൻ ഞാനൊരു 2-2.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് കുറേ സമയം വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പ്രോൺസ് ഫ്രൈയും കൂടി ഉണ്ടാക്കാം. ഈ പ്രോൺസ് ഫ്രൈ ഞാനൊരു സ്പെഷ്യൽ മസാലയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഈ ഓംലെറ്റ് ആണ്. പൊതിച്ചോറിൽ ഓംലെറ്റ് ഇല്ലാതെ എന്ത് പരിപാടിയല്ലേ. പണ്ട് സ്കൂളിലൊക്കെ തന്നുവിടുമ്പോൾ ഇങ്ങനെ പ്രോൺസ് ഫ്രൈ ഒന്നും ഉണ്ടാവാറില്ല പൊതിച്ചോറിൽ. പക്ഷെ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോൺസ് ഒക്കെ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറേ സമയം ഞാൻ സ്ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഈ ഫ്രൈഡ് മേളിൽ കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റായി വരും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി കുറച്ച് പപ്പടം പൊള്ളിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് പൊതിച്ചോറിൽ കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ
ചെറിയ ഒരു ബൗൾ എടുത്തിട്ടാണ് പപ്പടം ഉണ്ടാക്കിയത്. ഇത് നമുക്ക് അല്ലാതെ പാക്ക് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫൈനലി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ ചോറ് വയ്ക്കാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ ഒരു 20 മിനിറ്റ്സിൽ ചോറും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പരിപാടികളൊക്കെ കഴിയും. പക്ഷേ ഇത്രയും പാത്രം കുന്നുകൂടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓടിപ്പോയി നമുക്ക് ഇലയൊക്കെ വാട്ടിയിട്ട് വന്ന് പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിയും. ഇനി പാക്കിംഗ് ആണ്. പാക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രോപ്പറായിട്ടൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആസ്വദിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ കുറച്ചധികം ചോറ് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഉച്ചക്കത്തേക്ക് മാത്രമല്ല ഈവനിങ്ങിലേക്കും കൂടെ ചേർത്തിട്ടാണ്. പക്ഷെ ചീത്തയായി പോകുന്നൊന്നും അറിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ സാധനമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഒരാൾ വിശന്നിരുന്ന് കാത്തിരുന്ന് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തൊരു സുഖമാണല്ലേ. അതിപ്പോൾ ഭർത്താവാവണമെന്നൊന്നുമില്ല, ആർക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാനും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ. പക്ഷേ ഈ ജടപെടാന്നൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ എന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കുറേ അധികം സമയമൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ ഇങ്ങനെയൊക്കെ പരിപാടി സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം ഒരു തട്ടിക്കൂടി സെറ്റപ്പാണ്. കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ. അച്ചാർ കുറച്ച് കൂടിപ്പോയോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊന്നും അച്ചാർ കഴിക്കില്ല. അങ്ങനെ അവസാനം നമ്മൾ ഈ പൊതിയും കെട്ടി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ബൗൾസിലായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ പാക്കിംഗ് റെഡി ആയിരിക്കുന്നു. ഇനി ഞാൻ പോർട്ടലിലാണ് ഇത് കൊടുത്തുവിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബാഗിലേക്കും കൂടെ അങ്ങ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പരിപാടി ഇന്നത്തെ കഴിയും. ഇനി അവർ വന്ന് അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകും. അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സമയം നിന്നില്ലെങ്കിലും 2 മണിയായപ്പോഴേക്കും ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനി ഇത്രയും കറികളും ഇത്ര ചോറുമായിട്ട് നമുക്കും ഫുഡ് കഴിക്കാം. നല്ല പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കുറേ നാൾ ഡയറ്റിനൊക്കെ ശേഷം ഇത്രയും മസാലയൊക്കെ വയറ്റി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിരുന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.